ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലവ്ലിയുടെ ചാനൽ. ഇന്ന് നമ്മൾ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്നത് നീലി ചിടിയ കവിത കി യേ പക്ഷിയാം പന്തോം ഔർ പ്രശ്നോം കെ ഉദർ ലിഖേ. അതാണ് ആദ്യം തന്നിരിക്കുന്നത്. അതിൻ്റെ അവിടെ തന്നിരിക്കുന്നത് നീലെ ആസ്മാൻ സെ ഉദരി നീലി ഏക്ക് നിരാലി ചിടിയ ഉടുത്തി ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. അപ്പോൾ അടുത്ത് തന്നിരിക്കുന്ന കവിതാംശ സെ സാമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നീലെ ആസ്മാൻ സെ ഏക്ക് അനോഖി നീലി ചിടിയ ഉദരി ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അത് വരുന്നത് ഏതാണെന്നറിയാവും? നീലെ ആസ്മാൻ സെ ആദ്യത്തെ രണ്ട് വരിയാണ് ആദ്യം വരുന്നത്. നീലെ ആസ്മാൻ സെ ഉദരി നീലി ഏക്ക് നിരാലി ചിടിയ, അതാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആദ്യത്തേത് വന്ന് അതിൻ്റെ രണ്ട് വരി, രണ്ടെണ്ണം വരും, രണ്ട് വരി. ഓക്കെ, ഈ രണ്ട് വരി വരുവേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കവിതാ സെ ചുൻകർ ലിഖേ. കവിതയിൽ ഈ അർത്ഥം ഉടനെ വാലി പോലെ വാലി ചേർത്ത് ലാസ്റ്റ് വരുന്ന വേറെ ഏതെങ്കിലും വാക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതാനാണ് തന്നിരിക്കുന്നത്. ഏത് വാക്കാ? ഗാനെ വാലി, ഗാനെ പാടുന്ന പക്ഷി, പാടിക്കൊണ്ടിരിക്കുന്നു. ഗാനെ വാലി ആ കവിതയിൽ അങ്ങനെ തന്നിട്ടുണ്ട്. ഗാനെ വാലി കണ്ടോ, ഇതാണ് ഗാനെ വാലി. അടുത്തത് വന്ന് ചിത്ര ദേഖോ ദോ വാക്യ ലിഖേ. ചിത്രത്തിൽ നിന്ന് ഒരു വാക്ക് എഴുതാൻ, ചിത്രത്തിൽ നിന്ന് ഒരു വാക്ക് എഴുതാനാണ് തന്നിരിക്കുന്നത്. അതിൽ വന്ന് ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ, അതും കൂടെ അത് എഴുതാവേ. അതിൻ്റെ വാക്ക് എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഇത് എഴുതാം. ഈ ഉടുത്തി ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ, അതാണ് തന്നിരിക്കുന്നത്. അതെഴുതാം. അടുത്ത പേജ് നോക്കുമ്പോൾ അടുത്ത 2A ആണ്. സൂചന രൂരു കഹാനി കാ യഹ് അംശ പന്തോം ഔർ. അടുത്തത് പ്രശ്നോं को उधर लिखे. रूरू चिड़िया के साथ चल पड़ा. बच्चे जमीन पर बेहल पड़े हुए थे. चिड़िया शोर से रोई, उसकी आवाज़ सुन उसका सदी उड़ता हुआ आया. उन दोनों को उदास देख रूरू को एक ഖയാൽ ആയ. ഈ കവിത ഇത് തന്നിട്ടുണ്ട്. അടുത്ത അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ ചോദിച്ചിട്ടുണ്ട് ചിടി എന്താ പറയുക, മാറിപ്പോയി. ചിടിയാക്കെ സദ് കോൺ ചൽ പടാ. ചിടിയ അവിടെ തന്നിരിക്കുന്നത് ചിടിയാക്കെ സാദ് കോൺ ചൽ പടാ. ചിടിയയുടെ കൂടെ ആരാണ് നടന്നത്? അതിൻ്റെ ആൻസർ ഏതാണെന്ന് വച്ചാൽ അതിൻ്റെ ആൻസർ വന്ന് നമ്മുടെ ഇതാണ് രൂരു ചൽ പടാ. ഇതാണ് രൂരു ചിടിയാക്കെ സാദ് ചൽ പടാ. ഇതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് വൺ, ആരാണ് കോൺ സോറ് സേ രോയി, ആരാണ് കരഞ്ഞത്? അത് അതിൻ്റെ ആൻസർ വന്ന് ചിടിയ. ആരാണ് കരഞ്ഞത്? അതിൻ്റെ ആൻസർ വന്ന് ചിടിയ.
അപ്പോൾ ഗായ്സ് ഈ 2A കുറച്ച് പാടാണ്. അപ്പോൾ 2B എടുക്കാം. ഞാൻ 2B ആണ് എടുത്തത്. അതിൽ വന്ന് डूरू एक कंगारू का बच्चा था. कंगारू के बच्चों को जोइस कहते हम वैसे ही जैसे कुंत के बच्चे के पिल्ला और बिल्ली के बच्चे के बिलौटा कहते हैं. उसकी अम्मी उसे रूरू बुलाती थी. कंगारू की वह हमेशा रोद रहता था. കരഞ്ഞു. അടുത്ത ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് കോം ഹമേഷ രോദ് രഹ്താ ഹേ. ആരാണ് കോൺ രോദ് രഹ്താതെ. ഞാൻ പില്ല എന്നാണ് ഇട്ടിരിക്കുന്നത്. സോറി ഗായ്സ്. ആരാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ വെറുതെ പില്ല എന്നിട്ടാൽ ഞാൻ എഴുതിയത് വന്ന ആൻസർ വന്ന് രൂരു എന്നാണ്. ആരാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ രൂരു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറല്ല സത്യത്തിൽ പറഞ്ഞാൽ, ഇതെൻ്റെ കൂട്ടുകാരുടെയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോയി, എൻ്റെ കൂട്ടുകാരിയാണ്. എന്താ പറയുക, ക്വസ്റ്റ്യൻ ഒന്ന് സഹി പ്രസാദവ് ചുൻകർ ലിഗേ. ഇതിൻ്റെ പ്രസാദ് ചുൻകർ ലിഗേ. ഇതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനാണ്. രൂരു കങ്കാരു കാ ബച്ചാ ഹേ. രൂരു കുത്തേ കാ ബച്ചാ ഹേ. രൂരു ബില്ലി കാ ബച്ചാ ഹേ. രൂരു ചിടിയാ കാ ബച്ചാ ഹേ. അതിൻ്റെ ആൻസർ വന്ന് രൂരു കങ്കാരു കാ ബച്ചാ ഹേ. അതാണ് അതിൻ്റെ ആൻസർ, രൂരു കങ്കാരു കാ ബച്ചാ ഹേ. പിന്നീട് വന്ന് ഇത് ഞാനായിട്ട് എഴുതി കാണിക്കാവേ നിങ്ങൾക്ക്. ഞാൻ ബോക്സ് ഇട്ട് എഴുതി കാണിക്കാവേ. ഇത് കുറച്ച് വൃത്തികേടായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വിട്ടിരിക്കുന്നു. ഓക്കെ ഗായ്സ്, അത് അതിൻ്റെ ആൻസർ അതാണ്. അടുത്തതാണ് ചോദിച്ചിരിക്കുന്നത് എന്നാ നമൂനെ കെ അനുസാർ പുത്രി ഖരോ. ഇതിൻ്റെ അനുസാരം അനുസരിച്ച് എഴുതാനാണ്. ഇത് ഏതിൻ്റെ കുട്ടികളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളത് എഴുതാം. അപ്പം ഇത് തന്നെ മതി. ഇത് എൻ്റെ അല്ലാത്തതുകൊണ്ട് തെറ്റായിരിക്കും പകുതിയും. ആദ്യം തന്നിരിക്കുന്നതെന്ന് വെച്ച് മുർഗിയുടെ കൊച്ചിൻ്റെ പേര് ചൂസ, കറക്റ്റല്ലേ? അടുത്തത് കുത്തയുടെ കൊച്ചിൻ്റെ പേര് പില്ല. അടുത്തത് കങ്കാരുയുടെ കൊച്ചിൻ്റെ പേര് ജോയിസ്. അടുത്തത് നമ്മുടെ എന്താ പറയുക, ബില്ലിയുടെ കൊച്ചിൻ്റെ പേര് ബിലൗട്ടയാണ്. അത് സ്പെല്ലിംഗ് തെറ്റാവേണ്ടത്. ബിലൗട്ട എന്ന് വെച്ച് എന്നാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ബിലൗട്ട ഇങ്ങനെയാണ് എഴുതേണ്ടത്. അവളുടെ സ്പെല്ലിംഗ് തെറ്റാണ്. ഇതാണ് ബിലൗട്ട. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് വെച്ചാൽ പോസ്ചർ. ഇത് വന്ന് എന്താ പറയുക, ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 എന്താ പറയാൻ, സൂജൻ മിത്ര ദേഖേ പോസ്ചർ കെ ഉധർ ലിഖേ. എന്താ രാഷ്ട്രീയ പക്ഷി ദിന. ആദ്യത്തെ ഇതൊരു പോസ്റ്റർ ചെയ്യാനാണ്. ഇപ്പോൾ ചെയ്യേണ്ട പോസ്റ്റർ വന്ന് ആദ്യം പോസ്റ്റർ ചിത്ര കെ പ്രശ്നേ കെ ഉദരി ലിഖേ എന്നാണ്. പോസ്റ്റർ ലിഖേ എന്നല്ല, ഉദരി ലിഖേ. ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ ചിത്ര രാഷ്ട്രീയ പക്ഷി ദിവസ കബ് മനാദ് ഹേ. ദേശീയ പക്ഷി ദിനം എന്നാണ് അത്? അതുപോലെ തന്നിട്ടുണ്ട്. എന്നാണ് 5 ജനുവരിയാണ്. 5-ാം തീയതി ജനുവരി 5
5 ജനുവരിയാണ് പക്ഷിദിനം. ജനുവരിയിലാണ് പക്ഷിദിനം. അടുത്തത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ജനുവരി എഴുതിയോ? അത് തൂക്കുവാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ന് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഇവിടെ കുറേ ഇത് തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നൊന്ന് വെച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കി അതിൽ എഴുതിയിടാനാണ് കൂട്ടിച്ച്. അടുത്തത് 3B എന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ട 3A ചെയ്താൽ മതിയേ. 3B കുറച്ച് പാടാണ്, അത് 3A ചെയ്താൽ മതി. അടുത്തത് വന്ന് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പ്രവർത്തനം 4, ഗതിവിധി 4. സഹിക ശബ്ദ് ദേഖേ ലിഖേ നോക്കിയല്ലേ. അതിലൊന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ വന്ന് ആസ്മാൻ നേരെ തന്നിട്ടുണ്ട്. അടുത്തത് വന്ന് പാനി. അത് വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചുതരാവേ. പാനി പാനി താഴെ തന്നിട്ടുണ്ട്. സെക്കൻഡ് വന്ന് പക്ഷീനെ തന്നിട്ടുണ്ട്. ഇവിടെ പക്ഷി കണ്ടോ, ഇവിടെ പക്ഷി തന്നിട്ടുണ്ട്. തേർഡ് വന്ന് ബാദൽ. മൂന്നാമത്തത് എഴുതേണ്ടത് അവൾ എഴുതിയിട്ടില്ല. മൂന്നാമത്തത് വന്ന് എന്താ പറയുക, അതിൻ്റെ പേരെന്ത് നമുക്ക് നോക്കട്ടെ. സമാൻ. ഇത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. സമാൻ ഒരേപോലത്തെ പദം അതിൽ തന്നെ തന്നിട്ടുണ്ട്. സെക്കൻഡ് വന്ന് വെച്ച് ഗതിവിധി 5 बादल कविता की ये पंक्तियाँ पदों और प्रश्नों को उधरी लिखे. अब അതിനകത്ത് തന്നിട്ടുള്ള കവിത എന്ന് വെച്ചാൽ മോർ മകനുമൻ ചുമച്ചനനിച്ചൻ ചുംകർ नाच दिखाया खुशी होकर गाना गाया. बरसे बादल कल कल चल चल देर जली कंग्स की नए पुछ उड़ाकर ബാഗി ഗായെ. കുറച്ച് പാടാണ്, ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് കുറേ എണ്ണത്തിന് ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ വന്ന് ഒരെണ്ണമാണ് ശരി. പുച്ച് ഉഡാഖർ കോൺ ബഗാധി ഹേ. ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് നോക്കുന്നില്ല, ആൻസറിലോട്ട് പോവാം. നവയാണോ ഗയാണോ എല്ലാത്തിനും ക്വസ്റ്റ്യൻ എഴുതുന്നത്. ഗയ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആൻസർ വന്ന് ഗയ ആണ്. ഇതാണ് സെക്കൻഡ് വൺ. എനിക്ക് ചെറിയ പനിക്കോളുള്ളത് പോലുണ്ട്. അടുത്തത് നമൂനെ കെ അനുസാർ ഏക് ജോഡാ ചുൻകർ ലിഖേ. ഈ 2 റൈമിംഗ് വേർഡ് വരുന്നത് പോലെ എഴുതണം. റൈമിംഗ് വേർഡ് ആ കഥയിൽ കലകല് ചല് തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ റൈമിംഗ് വേർഡ്. കലകല് ചല് കലകല് ചല് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് വന്ന് ഈ മയിലിനെ കുറച്ച് 3 ആ കവിതയിൽ നിന്ന് അത് ലൈൻ സെൻറ്റൻസ് ആക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് താനേ കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങളിത് കണ്ടുപിടിച്ച് കമാൻഡിലിടുക. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് ഇത് വന്ന് കമാൻഡിലിടുക, നിങ്ങൾ കണ്ടുപിടിച്ച്. അടുത്തത് വന്ന് 6 സൂചൻ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഇവിടെ മഹാത്മാഗാന്ധിനെ പറ്റി കുറേ ഇത് തന്നിട്ടുണ്ട്. അതിലേതാ ശരിയെന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് സവധത്രാത് ഹമാരാ അധികർ ഹേ. 1947
ആഗസ്റ്റ് 15 को भारत ना अंगोष्ठ से ഇത് പറ്റി തന്നിട്ടുണ്ട്. അടുത്തത് വന്ന് അതിൻ്റെ ആദ്യത്തെ ഖാ നോക്കാവേ. ഭാരത് നാ അംഗ്രോജോം സെ കബ് സവ്താ പുത്താഖി. ഭാരതത്തിന് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അതോടെ തന്നെ എഴുതി വയ്ക്കണം. 1947 ഓഗസ്റ്റ് എന്നും കൂടെ എഴുതണം. ആഗസ്റ്റ് ആണ്, സോറി ഓഗസ്റ്റ് അല്ല, ആഗസ്റ്റ് 15 1947 ആഗസ്റ്റ് 15 അതിൻ്റെ ആൻസർ. സെക്കൻഡ് വൺ ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ്. അതിൽ ഇതൊക്കെ ഉൾപ്പെടുത്താം, സ്വാതന്ത്ര്യദിനത്തിനെ പറ്റി ഉൾപ്പെടുത്താം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബായ്. ആപ്പിളും ഇതിലെനിക്ക് ഹിന്ദി അത്രയും അറിയത്തില്ല, അതിനോട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റി കാണും, സോറി, ക്ഷമിക്കണം. സബ്സ്ക്രൈബ് മറക്കല്ലേ, ലൈക്ക് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കല്ലേ. ബായ്. ആപ്പിളും